ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്, ഞാനിന്ന് പറയാൻ പോകുന്ന കണ്ടന്റ് എക്സ്പെഷ്യലി ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന ടൂള് ഒരു AI ടൂളാണ്. ഗാമ AI എന്നാണ് അതിന്റെ പേര്. ഈ ഗാമ AI വെച്ച് നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് നിങ്ങളെ സെമിനാർ പ്രസന്റേഷൻ കിടക്കാച്ചിയാക്കാം. അതായത് 5 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങളെ സെമിനാർ പ്രസന്റേഷന് ആവശ്യമായിട്ടുള്ള സ്ലൈഡുകളൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും, അതും വളരെ മനോഹരമായിട്ട്. അല്ലെങ്കിൽ ടീച്ചേഴ്സിന് നോക്കുകയാണെങ്കിലോ, ചിലപ്പോൾ ഒരു കണ്ടന്റ് ചിലപ്പോൾ പെട്ടെന്ന് പറയേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യാൻ, അതിന്റെ സ്ലൈഡ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനൊക്കെ 5 മിനിറ്റ് മതി. അത്തരത്തിലുള്ള ടൂളാണ് ഗാമ AI. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ സെമിനാർ പ്രസന്റേഷൻ കിടക്കാച്ചിയാക്കാം. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഗൂഗിൾ ക്രോം എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ വെബ് ബ്രൗസർ ഉപയോഗിക്കുന്നത് സെലക്ട് ചെയ്യുക, നമ്മൾ അക്കൗണ്ട് എടുക്കുക. ദെൻ നമ്മൾ സെർച്ച് ബാറിൽ ഗാമ AI എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ആദ്യം കാണുന്ന gamma.app എന്നുള്ളതാണ് നമ്മുടെ വെബ്സൈറ്റ്. അത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ ആണ് നമുക്ക് വരിക. എ ന്യൂ മീഡിയം ഫോർ പ്രസന്റിങ് ഐഡിയാസ് പവർഡ് ബൈ AI. നമുക്കത് സൈൻ അപ്പ് ഫോർ ഫ്രീ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇതിൽ 2 ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ മെയിൽ ID വെച്ചിട്ട് കയറാം, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് കയറാം. ഞാൻ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു വെബ്സൈറ്റിലേക്ക് നമ്മൾ കയറും. ഇത് ഓൾറെഡി ഞാൻ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നോക്കിയേ, ഇവിടെ ക്രിയേറ്റ് ന്യൂ വിത്ത് AI, ക്രിയേറ്റ് ന്യൂ പ്ലസ് ഫ്രം ബ്ലാങ്ക്. അത് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് AI എടുക്കാം. അപ്പോൾ AI ജനറേറ്റഡ് ആയിട്ടുള്ള പ്രസന്റേഷൻ എങ്ങനെയാണ്, PPTs എങ്ങനെയാണ് നമുക്ക് ജനറേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ അത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. ടെക്സ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഫയൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒക്കെ തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ജനറേറ്റ് ആണ് ചെയ്യുന്നത്. ക്രിയേറ്റ് വിത്ത് AI അത് ക്ലിക്ക് ചെയ്യുന്നു. പ്രസന്റേഷൻ, വെബ്സൈറ്റ്, ഡോക്യുമെന്റ് ഒക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ 8 കാർഡ്സ് എന്ന് കാണാൻ പറ്റുന്നത്. അത് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്ലൈഡുകളാണ്. ഒരു കാർഡ് മുതൽ ഒരു 30ഓളം കാർഡുകൾ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ നിന്നാ 10 കഴിഞ്ഞ് കഴിഞ്ഞുള്ള കാർഡുകൾ നമ്മൾ പെയ്ഡ് മെമ്പർഷിപ്പ് ആണ് എന്ന് തോന്നുന്നു. ഞാനിപ്പോൾ 8 കാർഡാണ് ജനറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമ്മൾ എടുക്കാൻ പോകുന്ന കണ്ടന്റ് എന്താണോ അതൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇമ്പോർട്ടൻസ് ഓഫ് ഇക്കണോമിക്സ് ഇൻ ഇന്ത്യ, ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യുന്നു മാത്രം. അപ്പോൾ ഓൾറെഡി നോക്കിയാൽ 8 കാർഡുകളുടെ ടൈറ്റിൽ ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഈ ടൈറ്റിൽസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതിലൊക്കെ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഞാനത് അതിലേക്കൊന്നും മുതിരുന്നില്ല. കണ്ടിന്യൂ കൊടുക്കുന്നു. ഇവിടെ താഴെ സെറ്റിങ്സിൽ മീഡിയം, ഡീറ്റെയിൽഡ്, ബ്രീഫ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എങ്ങനെയാണ് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്, ഡീറ്റെയിൽഡ് ആയിട്ട് വേണം, മീഡിയത്തിൽ വേണം, ബ്രീഫ് ആയിട്ട് വേണം. ഞാൻ ഇതിൽ മീഡിയം ക്ലിക്ക് ചെയ്തു. അതിൽ ചില പ്രസന്റേഷനിൽ ഇമേജസ് വേണം. അപ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ വെബ് ഇമേജസ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ AI ജനറേറ്റഡ് ഇമേജസും നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ തൽക്കാലം AI ഇമേജസ് ആണ് അതിൽ സെലക്ട് ചെയ്യുന്നത്. ഇമേജ് സ്റ്റൈലൊക്കെ നമുക്ക് കൊടുക്കാം. അതിലേക്കൊന്നും കടക്കുന്നില്ല, ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു തീം നമ്മൾ സെലക്ട് ചെയ്യണം. ഞാനൊരു തീം എടുക്കുന്നതാണ്. ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ നിന്ന് നമുക്ക് തീം ഏതെങ്കിലും സെലക്ട് ചെയ്യാം. ഈ ഒരു തീം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ജനറേറ്റ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, സത്യത്തിൽ നമ്മളൊരു കണ്ടന്റ് പോലും ഇതിൽ ടൈപ്പ് ചെയ്തിട്ടില്ല. നമ്മളെ പ്രസന്റേഷന് വേണ്ടിയിട്ട് എല്ലാ കാര്യവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെയാണ് നമുക്കത് കിട്ടുന്നത്. ഒരു കണ്ടന്റ് പോലും നമ്മൾ അതിൽ കൊടുത്തിട്ടില്ല. ആ സ്ലൈഡൊക്കെ എന്ത് വൃത്തിയിലാണ് അത് ജനറേറ്റ് ആയി വരുന്നത് നോക്കൂ. സത്യത്തിൽ ഇത് 2 ഡയമെൻഷനിൽ ചിന്തിക്കാൻ പറ്റും. AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് AI ഇല്ലാതെ എങ്ങനെയാണ് ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുക? നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം ഓരോ സ്ലൈഡുകളും. ഈ പിക്ചർ നോക്കൂ. ഈ പിക്ചറൊന്നും ഇങ്ങനെ ഒരാളില്ല. ഇതൊക്കെ AI ജനറേറ്റഡ് പിക്ചേഴ്സ് ആണ്. നമ്മളവിടെ കൊടുക്കുന്ന സമയത്ത് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ത് മനോഹരമായിട്ടാണ് ഈ സ്ലൈഡുകൾ ജനറേറ്റ് ആയിട്ടുള്ളത് നോക്കൂ. ഓക്കെ,
ഞാനത് പ്രസന്റ് കൊടുക്കുന്നു. ഫുൾ സ്ക്രീൻ പ്രസന്റേഷൻ. ഞാൻ സ്റ്റാർട്ടിങ്ങിലേക്ക് ഒന്ന് പോവാണ്. ഓക്കെ, നോക്കൂ, ഇൻട്രൊഡക്ഷൻ ടു ദ ഇമ്പോർട്ടൻസ് ഓഫ് എക്കണോമിക്സ് ഇൻ ഇന്ത്യ. എൻ്റെ പേരൊക്കെ അതിൽ താഴെ വന്നിട്ടുണ്ട്. സജിത് ടി. Economics plays a crucial role in shaping India's future, influencing everything from the individual prosperity to national development. Understanding its ഇഷ്ടം പോലെ സെന്റൻസുകൾ. ഇതൊക്കെ ഇതിലെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. റോൾ ഓഫ് എക്കണോമിക്സ് ഇൻ ഇന്ത്യസ് ഡെവലപ്മെന്റ്, എക്കണോമിക് റിഫോംസ് ആൻഡ് ദെയർ ഇമ്പാക്ട്, ചാലഞ്ചസ് ഫേസിങ് ദ ഇന്ത്യൻ ഇക്കോണമി. നോക്കി ആ കർഷകന്റെ ഒക്കെ പടം നോക്കി, AI ജനറേറ്റഡ് പടമാണ്. നമ്മൾ വിശ്വസിക്കുന്നത് എന്ത് ഭംഗിയായിട്ട് അത് വന്നിട്ടുള്ളത് നോക്കും. Influence of global economic trends on India, significance of economic education and research in India, conclusion, the future of economics in India. സോ ഒന്ന് നോക്കി നോക്കും, ഈ പ്രസന്റേഷൻ്റെ ഒരു ഭംഗി നോക്കി നോക്കും. അപ്പൊ കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് നമുക്കൊരു സെമിനാർ പ്രസന്റേഷൻ ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് പ്രിപ്പയർ ചെയ്യുന്നതോടൊപ്പം നമ്മൾ ഒന്നുകൂടെ നന്നായി പഠിക്കുക. ഇത് എല്ലാം AI മാത്രം നമ്മൾ എടുക്കാതെ നമ്മളൊന്നുകൂടെ പഠിക്കുക. അതിനോടൊപ്പം ഒന്നും വരികയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നന്നാവും. അതേപോലെ അധ്യാപകരാരും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അധ്യാപകർക്കും ഇത്തരത്തിലുള്ള പ്രസന്റേഷൻ, നമ്മളൊരു പ്രസന്റേഷന്റെ ഒരു രീതിയൊക്കെ ഒന്ന് മാറ്റി പിടിച്ചുകൂടെ. എന്നും കാണുന്ന സ്ലൈഡുകളൊക്കെ കണ്ടു കഴിഞ്ഞ ആളുകൾക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര ബോറായി തുടങ്ങും. അപ്പൊ ഈ ഒരു രീതി ഒന്ന് ആലോചിച്ച് നോക്കി നോക്കും. നമ്മളൊരു പ്രസന്റേഷനിൽ ഒരു പുതിയൊരു വെറൈറ്റി, ഒരു AI പ്രസന്റേഷൻ. സോ എല്ലാവർക്കും ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണെന്ന് കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷണൽ കണ്ടന്റ്സ്, ഇൻഫോർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.